ഓ അഭിനയം പോരാ, കൊലപതി. നല്ല ഭാവിയുണ്ട്. അതെ, പക്ഷെ ഭൂതമില്ല. എന്തരാ എന്ത് എന്റെ അമ്മ ഇവിടെ ഉണ്ട്. ചേച്ചി ചെറുക്കനെന്ത്? അല്ലല്ല, അമ്മ വിളിക്കല്ലേ? എനിക്കൊരു സിനിമ കിട്ടി. നിനക്കാ ആ സിനിമ കിട്ടിയ നീ ഞാൻ ഇടയിലെടുത്ത് കളിക്കുന്നത്? നിന്റെ നടുവിൽ ഉൾക്കൊണ്ട് ഇവിടെ കിടക്കാണ്, വേറെ ആരും ചെയ്യാനാ വേഷം? അങ്ങനെയല്ല, എനിക്ക് സിനിമ കിട്ടിയപ്പോ ഡയറക്ടറിനെ വിളിച്ച് പറഞ്ഞേ ഫിറ്റ് ആയിട്ട് ചെല്ലണോന്ന് പറഞ്ഞു. ഫിറ്റായിട്ട് ചെല്ലാനാ? നീ പോണ്ട, ഡയറക്ടർ നമ്പർ ചെട്, ഞാൻ കൊണ്ടുവരാം. അപ്പൊ 8 മണിക്ക് ഞാൻ നിന്നെ കാണിച്ചു കൊടുക്കാൻ ഫിറ്റായിട്ട് കിടക്കണം തോട്ടല്. ആ ഫിറ്റ് അല്ല, നിങ്ങൾ ചുമ്മാ ഇട്ടത്. അമ്മ വിളിച്ച് പറയല്ലേ, വീട്ടിൽ അമ്മ വിളിക്കുന്നത്. പിന്നെ അതല്ല, ഈ ഡയറക്ടറിന്റെ സിനിമയിൽ ഈ ഡങ്കലൊക്കെ പോലുള്ള ഗുസ്തിയൊക്കെ ഇല്ലേ, അതുപോലത്തെ പരിപാടിയാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ പഠിച്ചോണ്ട് ചെല്ലണോന്ന് പറഞ്ഞു. ഇത് അത് നീ ഒന്ന് കറക്കണം നോട്ട്. ഇത് പഠിച്ചോണ്ട് മറന്നു. എന്റെ തള്ള പറഞ്ഞാണ് ഈ അറിഞ്ഞുകൂടാത്തത് ചെയ്യരുത്. അത് പഠിപ്പിക്കേണ്ട ആൾക്കാരുണ്ട്, അവർക്കറിയാം. അവർ പറഞ്ഞു ഒരു പോലെ ചെയ്തു കഴിഞ്ഞാൽ നീ ഇത് ഓക്കെ ആവും. അതിനുള്ള ആൾക്കാരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ബൈജുവും പ്രവീണും. പിന്നെ ഇതിന്റെ മെയിൻ ആൾക്കാർ ഞാൻ വിളിക്കട്ടാ. ബൈജോയ്, പ്രവീണേ, നീ വാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ള സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ സ്പെഷ്യൽ സാധനമുണ്ട്, ബാറ്ററി. അത് ഞങ്ങൾ നിറച്ചു തരാം, പക്ഷെ അത് നിറയ്ക്കാനുള്ള ഇന്ധനം നിങ്ങൾ തന്നോണ്ടിരിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങൾ നിറയ്ക്കാം. രണ്ടുപേരുടെ പൊളിച്ചടിക്കണം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. ഇങ്ങോട്ട് വിളിക്കോ. ചേട്ടന്മാരെ നിങ്ങൾ ഇനി പൊളിച്ചോട്ടോ, അടിപൊളിയാക്കിക്കോ. ഓൾ ദി ബെസ്റ്റ്. നിന്നെ ഞാനിവിടെ എന്തിനാ വിളിച്ചു വരുത്തിയത്? എന്നെ സ്ഥിരമായിട്ട് തല്ലിക്കൊണ്ടിരിക്കുന്ന അപ്പുറത്തെ വീട്ടിലെ സുധാകരനെ തിരിച്ചു തല്ലാൻ. എന്നിട്ട് നീ എന്തിനാണ് എന്റെ കൊച്ചിന് കിട്ടിയ സ്വർണ്ണപ്പതക്കം ബിസ്ക്കറ്റ് ആണെന്ന് പറഞ്ഞ് ചായയിൽ മുക്കി വിഴുങ്ങിയത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വയറിറച്ചി തീറ്റെന്നാണ് നിന്നെ അതിന്റെ ഉള്ളിൽ കയറ്റി നിർത്തിയാക്കണതേ. പൂളിപ്പാട്ട് പാടാനല്ല, എന്റെ പതക്കം കൊടുക്കാനാ. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഇന്ന് വൈകുന്നേരം എന്റെ ഭാര്യ മോനും കൂടി ഇവിടെ വരും. അതിനുള്ളിൽ ആ പതക്കം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ദൈവമേ, സുധാകരൻ തീറ്റി പിന്നെ സഹിക്കാം. അവളുടെ ചെറുമക്കൊള്ളാട്ടി സഹിക്കാൻ പറ്റൂല. വിജയിച്ചാ ഫസ്റ്റ് ഹാഫ് മുൾമുനെ നിർത്തി, പക്ഷെ സെക്കൻഡ് ഹാഫ് സിനിമയുടെ റിവ്യൂ പറയാനല്ല പറഞ്ഞത്. നീ പോയ കാര്യം എന്തായി? പോയില്ലല്ല. ആര് പറഞ്ഞു നീ ഇപ്പൊ പോയില്ല? ഞാൻ പോയി, പക്ഷെ ഇത് പോയില്ലല്ല. തമ്പുരാനെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്തിനാ ഇവിടെ വന്നത്? സുധാകരനെ തല്ലാനല്ലേ? അതെ, ഞാൻ തല്ലൂന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തല്ലിയിരിക്കും. ഇന്ന് ഞാൻ ശബ്ദം ചെയ്യുകയാണ്, അവരെ തല്ലാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരണം വരെ നിക്കറിടത്തില്ല. അയ്യ, അങ്ങനെ പറയില്ലേ. നീ മരിക്കുമ്പോഴെങ്കിലും ഒരു നിക്കെടുത്തിട്, അല്ലെങ്കിൽ നിന്റെ കൊണ്ടോളത് വേറെ വല്ലവരും ആയിരിക്കും. നീ അവിടെ കിടന്ന് ചമ്മി നാറും. അതല്ലെന്ന്, ഞങ്ങൾ ഫയൽമാന്മാര് നിക്കറിട്ടുണ്ടല്ലോ ഗോതയിൽ ഇറങ്ങുന്നത്. ഗോതയിൽ ഇറങ്ങത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായിരുന്ന, അല്ലെങ്കിൽ ലിക്വിഡിടാതെ ഗോതയിൽ ഇറങ്ങുന്നത് അത്ര സേഫ് അല്ല. എന്നാലും ഞാനിത് ആലോചിക്കും, ഈ പടക്കം എന്താ കിട്ടാത്തത്? അത് ആഹാരത്തിന്റെ കുറവാന്നേ. ആഹാരക്കുറവാ? 4 കിലോ റേഷനറി കിട്ടിയ ഒരു മാസം ഞങ്ങൾക്ക് അത് മതി. അതിനാണ് ഈ ആരി മുഴുവനും 2 ദിവസം കൊണ്ട് തീർത്ത്. എന്നിട്ട് ആഹാരത്തിന്റെ കുറവാണെന്ന് ഈട് വന്നേ. എന്താ പിന്നെ നിനക്ക് താമസിക്കാനായിട്ട് ഞാനൊരു റൂം തന്ന, അടിപൊളി റൂമോ, അത്യാവശ്യത്തിന് ഭക്ഷണം തന്ന, നല്ല ഭക്ഷണം, പിന്നെ ഈ പതക്കം എങ്ങനെ എടുക്കാം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഗ്രൂമിങ് തന്ന. പിന്നെ നീ എനിക്കെന്താ കണ്ടന്റ് തരാത്തത്? മറ്റേ ഫുഡിന്റെ ലിസ്റ്റ് എഴുതുന്ന സംഭവം, അതിന്റെ അകത്ത് പറഞ്ഞോളൂ ഡെയിലി എനിക്ക് 10 ലിറ്റർ പാലും 12 മുട്ടയും വേണമെന്ന്. 10 ലിറ്റർ പാലാ? ഡെയിലി 2 നേരം കറക്കണ പശുവാ. ഈ മെനകെട്ടവന് വേണ്ടി അതിന് 6 നേരം കറക്കണത്. ഇപ്പൊ ഞാൻ ആ തൊഴുത്തിന്റെ അതിൽ ചുമ്മാ പോയാ മതി, ആ പശു എന്നെ കാണുമ്പോ ഇങ്ങനെ മേടിച്ചിട്ട്. പാല് വേണ്ടെങ്കിൽ വേണ്ട, ഡെയിലി എനിക്ക് 12 മുട്ട വേണം. അടയിരിക്കാനാണ്? അല്ല, അത് കഴിച്ചിട്ട് എവിടെയെങ്കിലും അടങ്ങിയിരിക്കാനാണ്. അത് കൊള്ളാം. നിനക്ക് ഡെയിലി മുട്ട തന്നെ കോഴി കൂട്ടിൽ ഒരു പണി എടുക്കാതെ അടങ്ങിയിരിക്കുക. എന്നോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കും. എന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല, നിന്നെ പേടിച്ചിട്ട് കൂട് തുറന്ന് വിട്ടാ പോലും അത് പുറത്തു പോണില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം അപ്പുറത്തെ വീട്ടിലെ പൂവൻകോഴി വന്നിട്ട് എന്നോട് ചോദിക്കണേ, ചേട്ടാ ചേട്ടന്റെ സുന്ദരിക്കോഴിന് 4 ദിവസമായിട്ട് കാണാറില്ലല്ലോ, അവള് ഫീൽഡ് ഔട്ട് ആയോന്ന്. എന്ന് വെച്ചാല് നമുക്കെന്നെ ചുട്ടു തിന്നാന്ന്. ചുട്ടു തിന്നി. ഇവിടെ 4 താറാവും 8 കോഴി ഉണ്ടായ കുടുംബം. ഇവ തിന്ന് ഇപ്പൊ ഒരു കോഴി മാത്രമേ ഉള്ളൂ.
മെനു ശ്രദ്ധിക്കണം. പിന്നെ നീ വലിച്ചു വാരി തിന്നേണ്ട മനു ഛർദ്ദിക്കണം എന്തിനാ? അതല്ലെന്ന് ഞാൻ ഫുഡിന്റെ ലിസ്റ്റ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. കാലത്ത് താറാവും ഉച്ചയ്ക്ക് കോഴിയും. ആ ഇവന്റെ സ്വഭാവം വെച്ചത് കറക്റ്റാ. കാലത്ത് എഴുതിട്ടിട്ട് താറാവിനെ പോലെ മാക്ക് കണ്ടിട്ട് ആഹാരം ചോദിച്ചു വരും. എന്നിട്ട് പല്ലിന്റെ കുത്തിയിട്ട് വൈകുന്നേരം കണ്ട പെണ്ണുങ്ങൾ നോക്കി. അതെന്റെ ഹോബിയാ. അത് നിന്റെ മാത്രമല്ല ഞങ്ങളെ കൂടി നോബിയാ. അയ്യോ, ഹോബിയല്ല, ഹോബിയാ. ഇവിടെ വന്നേ. എന്താണ്? ഇത്രയും ദിവസമായില്ലേ നീ വന്നിട്ട്, എന്നിട്ട് പതക്കവും തന്നില്ല. ഇന്ന് അവനെ തല്ലെങ്കിലും ചെയ്യാറില്ല. ഈ ആരെങ്കിലും തല്ലിയിട്ടുണ്ട്? എന്റെ പഴയകാല ജീവിതത്തെ പറ്റി അറിയാൻ പാടില്ല കേട്ടാ. ആയ കാലത്ത് കുറെ പേരെ തല്ലിയിട്ടുണ്ടോ? അതല്ല, ഞാൻ നേഴ്സറി പഠിക്കുമ്പോഴേ അവിടുത്തെ ആയ കാലത്ത് എനിക്ക് ചായ തരും, ഉച്ചയ്ക്ക് എനിക്ക് ചോറ് തരും, വൈകുന്നേരം എനിക്ക് ഉപ്പാവ് പൊതി തരും. ആ ഉപ്പാവ് നിന്റെ തൊണ്ടേ കുടുങ്ങി നീ അന്ന് ചത്തിരുന്നെങ്കിൽ എനിക്ക് ഗതി വരൂലായിരുന്നു. നീ വന്ന ഇപ്പൊ ജീവജാലങ്ങളെ മുഴുവൻ ചൂട്ടുകൊണ്ടിരിക്കുക. ഇതും പോരാഞ്ഞിട്ട് ഇവൻ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസം ഈ കോളിംഗ് ബെല്ലിന്റെ ബോക്സ് ഊരിയെടുത്തിട്ട് ഞാൻ വന്ന് നോക്കുമ്പോ കമ്പി കോർത്തിട്ട് അടിയിൽ തീയിട്ട് ചുട്ടോണ്ടിരിക്കുക. ചോദിച്ചപ്പോ പറയാ ആ കോളിംഗ് ബെല്ലിനകത്ത് കിളിയിരിപ്പുണ്ട്, അതിനെ ഞാൻ പുറത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ബോക്സിന്റെ അത് കിളിനാദം കേൾക്കാല്ല. ആ അതേടാ, അത് പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോ കോളിംഗ് ബെല്ല് അടിക്കുന്ന ശബ്ദമല്ലേ അത്? പിന്നെ അല്ലാതെ നീ ഒരു കാര്യം ചെയ്യ്, 2 പഴമെങ്കിലും കയറ്റിയിട്ട് ആ പതക്കൊന്ന് എടുത്തു തരാന്ന്. എന്റെ പൊന്നു സുഹൃത്തെ, എനിക്ക് ഇൻകമിങ് മാത്രമേ ഉള്ളൂ, ഔട്ട് ഗോയിങ് ഇല്ല. നീ ഒരു കാര്യം ചെയ്യ്, അതിന്റെ അകത്ത് കയറി, അതിന്റെ അകത്ത് കയറിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. കേറ്. സെറ്റായ ഞാൻ ഷാറുഖ് ഖാന്റെ ചിരി പഠിച്ചതാ. ഈ സമയത്താ ഷാരുഖാന്റെ ചിരി ഒന്ന് എടുത്തേ. ആ കൊള്ളാം, ഒന്നുകൂടി ബുക്ക് എടുത്തേ. പിടിച്ചോ, അത് തന്നെ പിടിച്ചോ. ഷാരുഖാനെ പിടിച്ചോ, കേറിക്കോ, ചെലപ്പോ പതക്കം കിട്ടും. കേറി കേറി കേറി. എല്ലാവരും ഒന്ന് കൈയടിച്ച് സപ്പോർട്ട് ചെയ്തേ. നിങ്ങളുടെ കൈയടി ഉണ്ടെങ്കിൽ അവന്റെ പെർഫോമൻസ് വലുതാവും. എലീനെ കൂടി കൈയിട്ടോ, അപ്പൊ കയ്യെന്ന് മാത്രമല്ല വയറ്റിട്ട് കളിച്ചോളും. പിന്നെ പൈൽമാനെ, എന്തോ എങ്ങനെ ഷാരുഖാനിൽ കിട്ടണ്ട? ഇല്ല, കിട്ടണില്ല. ഷാരുഖാനെ പുറത്തിറക്ക്. പിടിച്ചേ, പിടിക്കേ. അങ്ങനെയല്ലടാ, അമർത്തി പിടിക്കേ. പൈൽമാനെ ഇറങ്ങി 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 വല്ല പ്രശ്നമുണ്ടോ? ഇറങ്ങി ഇറങ്ങി ഇവിടെ ഇറങ്ങി. എന്താണ്? അല്ല എനിക്ക് പറ്റൂല, അതാണ് ഇവിടെ പ്രശ്നം വന്നിരിക്കാനാ. അയ്യോ അത് കേട്ടാ, ഒരു ആരാ ഈ സമയത്ത് വിളിക്കുന്നത്? ഹലോ, എടി നീ മോന് പുറപ്പെട്ടാ? ഇപ്പൊ എത്തോ? ശരി, എന്നാ നിന്നോട് ഞാനൊരു കാര്യം പറയാം. കൊച്ചിന്റെ സ്വർണ്ണ പതക്കം കാണാനില്ല. ആണോ? ആഹാ, ശരി. പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഉച്ചക്ക് ബിരിയാണിയാണ്. അല്ല, കുഴിമന്തി അല്ല. നീ സ്വർണ്ണപ്പതക്കം വിഴിക്കുന്നല്ലേ വിചാരിച്ചത്? പക്ഷെ നീ പതക്കമല്ല, ബിസ്ക്കറ്റാ ശരിക്കും വിഴിക്കുന്നത്. എന്റെ പൊന്ന് സഹോദര, ഞാൻ വിഴുങ്ങുന്നത് ബിസ്ക്കറ്റാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നീ എന്താ അതിനോട് പറയായിരുന്നു? പതക്കം വിഴുങ്ങിയെന്ന് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ എനിക്ക് ഇഷ്ടംപോലെ ഫുഡ് തന്നോണ്ടിരുന്നത്. എനിക്ക് ജീവിക്കണ്ടേ? അപ്പൊ നീ എന്നെ പറ്റിക്കായിരുന്ന? പറ്റിച്ചാലെന്താ, ചേട്ടന് പതക്കം കിട്ടിയില്ലേ? ശരിയാണല്ലോ, പതക്കം കിട്ടിയല്ല. എന്റെ ദൈവമേ, ഈ പതക്കം കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു ആടിനെ വഴിപാടായിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ടായി. ആ ആട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നേക്കാം. ചേട്ടാ, എന്തോ? നമുക്ക് ഈ പതക്കം കിട്ടിയ സന്തോഷത്തില് വഴിപാട് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ആടിനെ പൊരിച്ചങ്ങോട്ട് തിന്നാലാ? പോണ് ആ ആടിന് അപ്പുറത്തെ പഞ്ചായത്തിൽ കേട്ടോ, അല്ലെങ്കിൽ നീ അതിനെ ചുട്ടിട്ട്. എനിക്ക് വിശക്കണേ. ചേട്ടന്മാരെ, എന്നെ പറയണോന്ന് അറിയത്തില്ല, സത്യം പറഞ്ഞോണ്ടല്ലോ ഈ ടപ് 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 എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചുള്ള രീതിയിലുള്ള ഒരു സ്കിറ്റായിരുന്നു ഈ സ്കിറ്റിന്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ തുടക്കത്തിൽ എന്റെ ദൈവമേ. ചേച്ചി, വാട്ട് ഡു യു തിങ്ക്? ബൈജുവിന്റെ എനർജി സൂപ്പർബായിരുന്നു സ്റ്റാർട്ടിങ്ങില്. ആ ഒരു ബിക്കോസ് എന്താ പറയാ, പ്രവീൺ ഇവിടെ ഇല്ലാത്ത സമയത്ത് ബൈജു ആണല്ലോ ആ ഒരു എന്താ പറയുക സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. സൂപ്പർവായി ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രവീണും വന്നപ്പോ ആകെ മൊത്തം ഒരു നല്ലൊരു ഫീലായിരുന്നു. പക്ഷെ ബാറ്ററി എത്രത്തോളം ചാർജ് ആയി എന്നുള്ളത് ഇനി നോക്കണ്ടേ? ആ നോക്കണം. യെസ്, കാണാം. ശരി, തീർച്ചയായിട്ടും, എന്തായാലും സന്തോഷം. അങ്ങോട്ടേക്ക് നോക്കാം ചേട്ടാ. എവിടെ? ദേ അവിടെയാ. ബാറ്ററിന്റെ ലിക്വിഡ് ഇങ്ങനെ താഴോട്ട് കഴിയുമ്പോ ഒന്നും ഇല്ലേ, പറഞ്ഞോ? അതായത് ബാറ്ററിയുടെ ലിക്വിഡ് പോയാലല്ലേ എത്ര കിട്ടിയെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലേ? സമയം വേസ്റ്റ് ചെയ്യാതെ പൈസ കൊടുക്കണം. അപ്പം ഇതാ ഞാൻ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കണായിരുന്നു. ഹാപ്പി ആയില്ലേ? അപ്പൊ എന്തായാലും ചേട്ടാ ഇനിയും കാണാം. തീർച്ചയായിട്ടും കിടിലം പെർഫോമൻസ് ആയിട്ട് വീണ്ടും തിരിച്ചു വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളി അടിപൊളി അടിപൊളി. Bye.